അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിൽ സംഭവിച്ച വിടവിലൂടെ വേറൊരാൾ അവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ നുഴഞ്ഞു കയറ്റത്തിന് വേദിയൊരുക്കാനാണ് ഈ പിന്നണി പ്രവർത്തനമൊക്കെ നടന്നത്. 50 ദിവസം മൂലയിൽ മുട്ടയിട്ട് അടയിരുന്ന ഒരാൾ തിരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആ രംഗപ്രവേശനത്തിനായി ഒരുക്കിയ ഒരു പകൽ നാടകമാണിത്. ഏരാമ്പ്രയിലെ UDFന്റെ കാട്ടിക്കൂട്ടലുകൾ നോക്കൂ. അവിടെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പോലീസിന് നേരെ ചവിട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടോ? ഇതിനിടയിലേക്കാണ് ഷോഫിക്ക വന്നെത്തുന്നത്. അവരുടെ സ്ഥിരം പരിപാടിയായ മഷിക്കുപ്പി പ്രയോഗവും അവിടെ നടന്നു. വസ്ത്രത്തിലും ചുവന്ന ചായം പൂശി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. ഇത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. ഇവരെത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്. ഈ യൂത്തന്മാരുടെ വസ്ത്രങ്ങളിൽ കാണുന്നത് മർദ്ദനമേറ്റ് മുറിഞ്ഞതിന്റെ രക്തപ്പാടുകളാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. സമരത്തിന് വന്നവർ സമരം കൊഴിപ്പിക്കാൻ ചുവന്ന ചായവുമായാണ് എത്തിയത്. സ്വന്തം വസ്ത്രങ്ങളിൽ പോലീസ് ലാത്തിചാർജ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചായം പുരട്ടി. രക്തം ചൊരിയുന്നതിന്റെ ഫീലിംഗ് ഉണ്ടാക്കി യൂട്ടന്മാർ സമരരംഗത്ത് ആക്രോശിച്ചു. ചായം പുരട്ടി നടത്തിയ സമരത്തിന്റെ കള്ളി വെളിച്ചത്തായതോടെ KSU യൂത്ത് കോൺഗ്രസുകാർ ഒരിക്കൽ കൂടി തങ്ങളുടെ ഇത്തരത്തിലുള്ള കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. പോലീസിനെ കണ്ടപാടെ ഓടി ഒളിച്ചവരാണ് അരങ്ങ് തകർത്ത ഈ ബിരുദന്മാർ എന്നതും പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലത്തിൽ സംഭവിച്ച വിടവിലൂടെ വേറൊരാൾ അവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ നുഴഞ്ഞു കയറ്റത്തിന് വേദിയൊരുക്കാനാണ് ഈ പിന്നണി പ്രവർത്തനമൊക്കെ നടന്നത്. 50 ദിവസം മൂലയിൽ മുട്ടയിട്ട് അടയിരുന്ന ഒരാൾ തിരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആ രംഗപ്രവേശനത്തിനായി ഒരുക്കിയ ഒരു പകൽ നാടകമാണിത്. സുഖമില്ലാതെ കിടക്കുന്ന സുഹൃത്തിനെ സന്ദർശിച്ച് പ്രസ്താവനയും പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നില്ലേ രാഹുൽ ചെയ്തതോ? അയാൾ വീണ്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി മാറുകയാണ്. ഈ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ അതിനെതിരെ ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിച്ചോ? മറ്റൊന്നുമല്ല, ഈ വിടവിലൂടെ രാഹുലിനെ ഒന്ന് കടത്തിവിട്ടു, അത്രമാത്രം. അത്രയും ഗുരുതരാവസ്ഥയിലായിരുന്ന ശോഭിക്ക പ്രഥമ ശുശ്രൂഷയ്ക്ക് പോലും ഏതൊരു ആശുപത്രിയും ഇല്ലായിരുന്നു. 60 കിലോമീറ്റർ താണ്ടിയാണ് അദ്ദേഹം ഒരു ആശുപത്രിയിൽ തന്നെ എത്തിപ്പെട്ടത്. ആ ഗുരുതരാവസ്ഥ നിങ്ങളാരും കാണാതെ പോകരുത്.